ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പൊ വലിയ മഴ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി? NH-ന്റെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. അപകടകരമായ രീതിയിൽ അശാസ്ത്രീയമായിട്ടാണ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അത് വലിയ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കും. പല സ്ഥലങ്ങളിലും വെള്ളം കൊണ്ട് മൂടും. സർക്കാർ അനങ്ങുന്നില്ല. ആരോഗ്യരംഗത്ത് ഗൗരവതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹസീന നേരത്തെ ഓപ്പറേഷൻ നടന്നപ്പോ കത്രിക വയറ്റി കുടുങ്ങിയതാണ്. 5 വർഷം ഈ കത്രിക വയറ്റിലിട്ടുകൊണ്ട് നടന്ന് അവർ എന്തുമാത്രം വേദന അനുഭവിച്ചു. ആശുപത്രികളിൽ മരുന്നില്ല. പല മെഡിക്കൽ കോളേജുകളിലും സ്റ്റെന്റ് ഇല്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സ്റ്റെന്റ് ഇല്ല. പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്നില്ല. +2 റിസൾട്ട് വന്നു. സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ താറുമാറായി. മറ്റ് സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ തുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജും അവരുടെ ഏജന്റുമാരും കേരളത്തിൽ ഇറങ്ങി കുട്ടികളെ കൊണ്ടുപോയാണ്. അന്യ സംസ്ഥാന നഴ്സിംഗ് കോളേജ് ലോബിക്ക് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ ഈ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ അട്ടിമറിച്ചത്? ലഹരി മരുന്നും മാഫിയ ഗുണ്ടകളും കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. 2000-ഓളം ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവരുടെ കൺട്രോളിലാണ് കേരളം. ഏത് സമയത്തും ആരും കൊല ചെയ്യപ്പെടാം, ആരുടെ വീടും അടിച്ചു പൊളിക്കാം. ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയല്ലേ, എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഈ ലഹരി മാഫിയ വ്യാപകമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു വിഷ്വലിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക്. പ്രായവ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ്. കുഞ്ഞുങ്ങളെയും മുതിർന്ന ആളുകളെയും എല്ലാവരും ആക്രമിക്കുകയാണ്. ലഹരി മരുന്നിന്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയാണ് മുഖമുദ്ര.